പറ ചേച്ചി. ചേച്ചി എവിടെയാണ്? ഹലോ ഹലോ ഹലോ, ഞാൻ ദേ സുജാത ടാക്കീസിന്റെ മുമ്പിലാടാ. നീ എവിടെയാണ്? ഇങ്ങോട്ട് വാ. ഞാനേ സുജാത ടാക്കീസിന്റെ മുമ്പിലാണ്, ദേ തിയേറ്ററിന്റെ മുമ്പിലാണ് നിക്കണത്. തിയേറ്ററിന്റെ മുമ്പിൽ പോയി കേറാ. അതാര് പറഞ്ഞിട്ടാ പോയത്? അതെ, നമ്മളെ അന്നംകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞേ, ഓപ്പറേഷൻ ഒക്കെ വിജയിച്ച് ഇനി വീട്ടിൽ പോയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞത്. ചേച്ചി അവക്ക് പറയാനുള്ള തുണിയും എല്ലാ സാധനം പാവട അടിപ്പാവടൊക്കെ എന്റെ നിൽക്കണത്. ചേച്ചി എന്ത് പണ്ടാണെന്ന് കാണിച്ചത്? എവിടെയാണ് ചേച്ചി? എന്തൊരു കഷ്ടമാണ് ചേച്ചി. ആണാ അല്ല ഞാനങ്ങോട്ട് വരാന്ന. ഏത് ടാക്കീസാണ്? അവിടെയല്ലല്ലോ ചേച്ചി പോവാൻ പറഞ്ഞത്. ഒരു വിവരമില്ല ചേച്ചിക്ക്. എടാ, ഞാനീ തിയേറ്ററിന്റെ മുമ്പിൽ അങ്ങാടും ഇങ്ങാടും തേരാപ്പാര നടക്കണേണ്. നീ ഇങ്ങോട്ട് വാടാ പണ്ടാരമേ. എവിടെയാണ് ചേച്ചി? ഇവിടെ കണ്ട് പണ്ടാരം വെളിവില്ലേ? ഇവിടെ മനുഷ്യനായിട്ട് കറക്കിക്കളന്നില്ല. അതെ, ഓപ്പറേഷൻ ഒക്കെ വിജയിച്ച്. എന്റെ പൊന്നു ചേച്ചി, ഈ സിനിമാ തിയേറ്ററിന് മുമ്പിൽ നിൽക്കാനല്ല ഡോക്ടർ പറഞ്ഞത്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നിൽക്കാനാണ്. ആ ചേച്ചിക്ക് മാറാനുള്ള അടിപ്പാവടെ എല്ലാം പണ്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ട്, കൊണ്ടേ കൊടുക്ക്. ചേച്ചിക്ക് ഈ സിനിമാ തിയേറ്ററിൽ പോണ പരിപാടി നിർത്തില്ല, പണ്ടത്തെ പരിപാടി നിർത്താൻ പാടില്ല. നിന്റെ അളിയനും ചത്ത്, അന്ന് എന്റെ കൂടെ സിനിമക്ക് വന്ന ആൾക്കാരും ചത്തുപോയി. എന്റെ പൊന്നു ചേച്ചി, ഡോക്ടർ പറഞ്ഞത് സിനിമാ തിയേറ്ററിലേക്ക് പോകാനല്ല, ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലേക്ക് പോകാനാണ്. ഇനി എന്തായാലും ആരെങ്കിലും ഡോക്ടറൊക്കെ പറഞ്ഞത് നേരെ പണ്ടത്തെ ഓർമ്മ കൊണ്ടിട്ട് ഈ സിനിമാ തിയേറ്ററിന് മുമ്പിൽ വന്ന് നിൽക്കരുതാ. വയസ്സായാലും ഒന്ന് നിർത്താൻ പാടില്ലേ? നമുക്ക് ആശുപത്രി ചേച്ചി ആശുപത്രിയിലേക്ക് പോയിക്കോ. ഒരു കാര്യം ചെയ്തേ, ഇത് കൊണ്ടുപോയിട്ട് ഇത് അടിപ്പാവട നമുക്ക് തുണി മാറാനുള്ളതാണ്. ആശുപത്രി കൊണ്ടുപോയിട്ട് കൊടുക്കാം, തിയേറ്ററിൽ കൊടുക്കും. ഞാനൊരു കട്ടൻ ഞാൻ എടുത്തിട്ടാ. പൈസോ ആ തുണി കൊണ്ടേ കൊടുക്ക്. അവർക്ക് അടിപ്പാവടയൊക്കെ നോക്കണം. അവിടെ ആശുപത്രി കൊണ്ടേ കൊടുക്ക്, അവർക്ക് തുണി മാറാനുള്ളത്. ഞാൻ പറഞ്ഞ ഞാനൊരു കട്ടൻ ഞാൻ എടുത്ത് വെക്കാം. വേഗം പോവാൻ വേഗം പോ.